ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഷ്ന സോൺ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് എല്ലാവർക്കും വീക്ക് ഓഫാണ്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മംഗഫിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോണത്. ഇതാട്ടോ സ്ഥലം. അപ്പോൾ ഞങ്ങളെത്തി. ഭയങ്കര തിരക്കായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ട്. സത്യം പറഞ്ഞ് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല. കാരണം ഒരു സാധനം ഇവിടെയാണെങ്കിൽ മറ്റൊരു സാധനം അങ്ങ് ദൂരെയായിരിക്കും. അങ്ങനെ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓരോന്നോരോന്നായി എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫറുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്, വിലയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളുണ്ട്. ഗോതമ്പ് പൊടി, അതൊക്കെ നമുക്ക് ഇവിടെ ചീപ്പ് റേറ്റിൽ കിട്ടും. ഏകദേശം 1 മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് വാങ്ങിച്ചിട്ട് പോകും. ഇവിടെ ഇപ്പോൾ ഈസി പാലപ്പം മിക്സ് ഏത് കമ്പനിയുടെ എടുക്കണം എന്നാണ് ദിവ്യയ്ക്ക് കൺഫ്യൂഷൻ. എൻ്റെ മോളെ, എന്താ ഞാനീ കാണുന്നത്? ലഡു, ജിലേബി, ബിസ്ക്കറ്റ്, കേക്ക്. പക്ഷെ ഞാൻ ഡയറ്റിലാട്ടോ. ഞാൻ ഷുഗർ അധികം കഴിക്കാറില്ല. കുറച്ച് നാളത്തേക്ക് ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കേണ്ടെന്ന് തോന്നുമ്പോൾ അത് തന്നെ മുന്നിൽ വന്നു വരും. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് സംതൃപ്തി അടഞ്ഞു. അതെന്തായാലും വാങ്ങിക്കുന്നില്ല. പിന്നെ ആലോചിക്കും, ഇപ്പം കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ കഴിക്കാനാ? പിന്നെ ഞങ്ങൾ എന്തെടുത്താലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആദ്യം നോക്കും കേട്ടോ. ലോങ് എക്സ്പയറി ഉള്ളതേ ശരിക്കും എടുക്കാൻ പാടുള്ളൂ. പിന്നെ കുവൈറ്റിൽ നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. നല്ല തണുത്ത കാറ്റും. വളരെ പെട്ടെന്നായിരുന്നു കാലാവസ്ഥ ചേഞ്ച് ആയത്. ഒരു ദിവസം നല്ല മഴ പെയ്തു, അതിനുശേഷം ഭയങ്കര തണുപ്പും. അതുവരെ നല്ല ചൂടായിരുന്നു ഇവിടെ. മിച്ചർ, നുറുക്ക്, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. ചിപ്സ്, അതല്ലേ നമ്മുടെ ശർക്കര വരട്ടി. എനിക്ക് ഗ്രാൻഡിൽ പോയി കഴിഞ്ഞാൽ മുക്കും മൂലയും ഇങ്ങനെ കണ്ട് കവർ ചെയ്യണം. ചേച്ചിയും ദിവ്യയും കൂടെ സാധനങ്ങളൊക്കെ ഓരോന്ന് പെറുക്കി വെക്കുക. ഷാനു ചേച്ചി എൻ്റെ റൂംമേറ്റാണ് കേട്ടോ. പിന്നെ ദിവ്യയും ഷാനു ചേച്ചി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഞാൻ വേറെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം കേട്ടോ സൺസ്ക്രീൻ. അപ്പോൾ ഏത് സൺസ്ക്രീൻ എടുക്കണമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ആദ്യം 70 SPF കണ്ട് ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് 100 SPF വരെ എത്തി. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കിന്ന് മൊത്തം ഡ്രൈ ആവും. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മിനിമലിസ്റ്റാണ്, പക്ഷേ അതിവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മാസത്തേക്കുള്ള മിനിമലിസ്റ്റ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക്. അതിൽ നല്ലത് നോക്കി ഞങ്ങൾ ഒരെണ്ണം എടുത്തു. അതിനുശേഷം നേരെ പോയി. ഇപ്പം തണുപ്പ് തുടങ്ങിയതുകൊണ്ട് മൊത്തം വിൻ്റർ ജാക്കറ്റൊക്കെ വന്നു.
ഗ്രാൻഡിൻ്റെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് എടുത്തെടുത്ത് കൊടുക്കണം. അപ്പോൾ അവരങ്ങനെ ബില്ലടിച്ച് തരും. ബില്ലടിച്ച് പാക്കറ്റിലാക്കിയിട്ട് തരും. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കുക. ഈ ഗ്രാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മലയാളി ടീ ഷോപ്പുണ്ട്. നല്ല കേരള ഫുഡ് കിട്ടുന്ന സ്ഥലം, അതായത് കേരള സ്നാക്സ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ ചൂട് ചായയും പരിപ്പോടെയും പഴംപൊരിയൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഓർഡർ കൊടുത്തിട്ട്. ദിവ്യ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുക. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ. സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ പോയത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഞങ്ങളുടെ പഴംപൊരിയും കട്ട്ലേറ്റും സമൂസ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിശന്നിട്ട് കഴിച്ചു തുടങ്ങി കേട്ടോ. പക്ഷെ ചായ കിട്ടിയിട്ടില്ല ഇതുവരെ. നാട്ടിലത്തെ അതേ ടേസ്റ്റാട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ചായ വന്നു. സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. അതിനുശേഷം ഞങ്ങൾ നേരെ മിയ ഷോപ്പിലോട്ട് പോയി. ചേച്ചി അങ്ങനെ കേട്ടോ പറയണേ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിലേക്കാണ് പോയത്. ചേച്ചിക്ക് കുറച്ച് ക്ലിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡുകാരി കേട്ടോ, അപ്പോൾ ഇടയ്ക്ക് എൻ്റെ സ്ലാങ് കാസർഗോഡേക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ 100 ഫിൽസിൻ്റെ കടയുണ്ട് കേട്ടോ. അപ്പം 100 ഫിൽസിന് ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ലേഡീസ് ഐറ്റംസ്, കുഞ്ഞുങ്ങൾക്കുള്ള ഐറ്റംസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ, ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഏതെടുക്കണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ദിവ്യ എന്നെ പുറകിൽ നിന്ന് വന്ന് ശരിക്കും ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഞാൻ വേറെ ഏതൊരു ലോകത്തായിരുന്നു. ശരിക്കും എന്നെ അവൾ പേടിപ്പിച്ചു കേട്ടോ ഈ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്നു കേട്ടോ. ഇങ്ങനെ വെറൈറ്റി കിച്ചൺ ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കി വെക്കും അവർ കണ്ടിട്ടില്ലാത്തൊക്കെ. പക്ഷെ പൊട്ടണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് തവിട് പൊടിയാവും. അപ്പോൾ അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ടാക്സി പിടിച്ച് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവുകയാണ്. ശരിക്കും ഹോസ്റ്റല് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ കുറേ സാധനങ്ങളൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ടാക്സി പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി ഡിക്കിലുള്ള സാധനങ്ങളെല്ലാം അവിടെ വിടാതെ പെറുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.